വിധി എഴുതുവാൻ ഇനി 4 നാൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം അതിന്റെ അവസാന ലാപ്പിൽ അതിവേഗം കുതിക്കുന്ന കാഴ്ചയാണ് കേരളത്തിലുടനീളം കാണുവാൻ സാധിക്കുന്നതും. വാഹന പ്രചാരണ ജാഥകളും പൊതുയോഗങ്ങളുമായി സജീവമാവുകയാണ് എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളും. ഇവിടെ ഇടതുപക്ഷം വളരെ കൃത്യമായി വികസന നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഓരോരുത്തരുടെയും മനസ്സിലേക്ക് എത്തിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ UDF ദുരന്തബാധിതർക്ക് നൽകിയ വാക്ക് തെറ്റിച്ച് നാണം കെട്ട് ആ കണക്കുകൾ കൂടി ഇന്നലെ പുറത്തു വന്നപ്പോൾ ആകെ തകർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയും അവർ എത്രത്തോളം അത് മറയ്ക്കുവാൻ ശ്രമിച്ചാലും അവർ വോട്ട് ചോദിച്ച് ചെല്ലുന്ന ഓരോ വോട്ടർമാരും അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയാനാവാതെ തലകുനിച്ച് നിൽക്കുന്ന കാഴ്ചയും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുവരികയുണ്ടായി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം എത്രത്തോളം സജീവമാണെന്ന് കേരളത്തിലുടനീളമുള്ള നമ്മുടെ പ്രതിനിധികൾ നമ്മളോട് പങ്കുവയ്ക്കുവാൻ തയ്യാറായിട്ടുണ്ട്. ആദ്യം നമുക്ക് തെക്കൻ കേരളത്തിലേക്ക് തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് എത്താം. അവിടെ ഇതാ കമലേഷ് തെക്കേക്കാട് തയ്യാറായിട്ടുണ്ട്. കമലേഷ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് രംഗം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. പരസ്യപ്രചാരണം അവസാനിക്കുവാൻ ഇനി മറ്റന്നാൾ പരസ്യപ്രചാരണം അവസാനിക്കുന്നു, കലാശക്കൊട്ടാകുന്നു. അപ്പോൾ ഈ ഒരു വേളയിൽ ഈ അവസാന നിമിഷം തുടക്കത്തിൽ ഇടതുപക്ഷം കൈക്കൊണ്ട ആ ഒരു പ്രചാരണ രംഗത്തെ മേൽക്കൈ ഒരു പടി പോലും താഴാതെ മുന്നേറുന്നൊരു കാഴ്ച അതല്ലേ ഈ അവസാന നിമിഷവും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്? സിന്ധൂരി, വെരി ഗുഡ് മോർണിംഗ്. സിന്ധൂരി സൂചിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രചരണ രംഗത്ത് LDFന്റെ സ്ഥാനാർത്ഥികൾ കൈവരിച്ചിട്ടുള്ള ഒരു മേൽക്കൈ തന്നെയാണ്. അത് സിന്ധൂരി പറഞ്ഞതുപോലെ ഇതിന്റെ തുടക്കം തൊട്ട് ആ ഒരു പേസ് നിലനിർത്താൻ LDF സ്ഥാനാർത്ഥികൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇക്കുറി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു വേനൽ ചൂട് വലിയ ഒരു പ്രതിബന്ധമായി തന്നെ സ്ഥാനാർത്ഥികളെ ബാധിക്കുന്ന ഒരു നിലയുണ്ടായി. പക്ഷേ പ്രചരണത്തിന്റെ നാളുകൾ വളരെ ചുരുക്കം ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ നിലയിൽ ആ വെയിലേൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ UDF സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വേനൽ ചൂട് എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ആശയപരമായ ഈ ആശയപ്രചരണ രംഗത്തെ ചൂട് എന്ന് പറയുന്നത് UDFനെ വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇടത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടിട്ടുള്ളതുപോലെ ഓരോ ഇടത് MLAമാരും മന്ത്രിമാരായിട്ടുള്ള ആളുകളുമെല്ലാം തന്നെ അവരുടെ കാലയളവിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത്, അവരുടെ വോട്ട് തേടുന്നത്. ഇതിനൊരു തുടർച്ചയുണ്ടാകണം എന്ന ആവശ്യമാണ് ഇടത് സ്ഥാനാർത്ഥികളെല്ലാം മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും കേരളം ഈ ഒരു വലിയ നിലയിലേക്കുള്ള ഒരു കുതിപ്പ് സാധ്യമാക്കിയത് 2021 തുടർച്ച, അതായത് ഭരണ തുടർച്ച ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. ജനങ്ങൾ അത്തരമൊരു വളരെ നിർണായകമായ ഒരു തീരുമാനം കൈക്കൊണ്ടതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് ഈ ഒരു നിലയിലുള്ള വലിയ മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിലും തർക്കമില്ല. അക്കാര്യങ്ങളെല്ലാം തന്നെയാണ് വോട്ടർമാരോട് ഇടത് സ്ഥാനാർത്ഥികൾ പറയുന്നത്. പൊതുവെ ഈ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രചരണം ആരംഭിച്ചതിന് ശേഷമുള്ള ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇടത് സ്ഥാനാർത്ഥികൾക്കെതിരെ അല്ലെങ്കിൽ ഇടത് MLAമാർക്കെതിരെ മന്ത്രിമാർക്കെതിരെ കാര്യമായ നിലയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. MLAമാർക്ക് മികച്ച മാർക്ക് തന്നെയാണ് വോട്ടർമാർ നൽകുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടത് MLAമാർക്കും ഇടത് സ്ഥാനാർത്ഥികൾക്കുമെല്ലാം തന്നെ അങ്ങേയറ്റം ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ്. ഏതായാലും നിലവിലിപ്പോൾ വലിയ നിലയിലേക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇനി നേരത്തെ സിന്ധൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ കൊട്ടിക്കലാശം 8-ാം തീയതിയാണ് നടക്കുക. ആ 8-ാം തീയതിയിലേക്ക് ഇനി 2 ദിനങ്ങൾ മാത്രമാണ് ഇനിയുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ഷമിക്കണം, 8-ാം തീയതിയല്ല, 7-ാം തീയതിയാണ് കൊട്ടിക്കലാശം നടക്കുക. നിശബ്ദ പ്രചാരണം 8-ാം തീയതി നടക്കും. 9-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ 2 നാൾ, ഇന്നും നാളെയും മാത്രമാണ് ഇനിയിപ്പോൾ മുന്നിലുള്ളത്. 7-ന് ആവേശകരമായ കൊട്ടിക്കലാശത്തിലേക്ക് കേരളം പോകും എന്നുള്ളതാണ്. ഏതായാലും നിലവിലിപ്പോൾ പ്രചരണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ റോഡ് ഷോയും റാലികളും ചെറിയ കുടുംബയോഗങ്ങളും ഒക്കെയായി മുന്നോട്ട് പോയിരുന്ന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നിലവിൽ വാഹന പ്രചരണ ജാഥയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം വലിയ പൊതുയോഗങ്ങളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. ദേശീയ നേതാക്കളെല്ലാം തന്നെ സംസ്ഥാനത്ത് എത്തുന്ന, വിവിധ മണ്ഡലങ്ങളിൽ പ്രചരണത്തിനായി എത്തുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഘട്ടത്തിൽ, അതായത് ഈ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ ചെറിയൊരു ഒരു മേൽക്കൈ, ഒരു നേരിയ മേൽക്കൈ പല ഇടങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇക്കുറി
മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും എന്നുള്ളത്. നിലവിൽ തിരുവനന്തപുരത്തിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് 14 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ കോവളം ഒഴികെ മറ്റ് 13 നിയമസഭാ മണ്ഡലങ്ങളിലും LDFന്റെ MLA-മാരെയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇക്കുറി കൂടുതൽ സീറ്റുകൾ UDFന് പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ UDFനുണ്ടായിരുന്നു. ആ നിലയിൽ പ്രചരണഘട്ടത്തിൽ ഒരു ചെറിയ മേൽക്കൈ ഈ പ്രചരണത്തിൻ്റെ ഒരു മധ്യഭാഗത്ത് UDF കാണിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വീണ്ടും തിരിച്ച് ഇടത് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വളരെ മുൻപന്തിയിലേക്ക് വന്നിരിക്കുന്നു. വലിയൊരു എഡ്ജ് ഇടത് സ്ഥാനാർത്ഥികൾക്ക് നിലവിലുണ്ട് എന്നുള്ളതാണ് നിലവിൽ തിരുവനന്തപുരത്തെ സാഹചര്യം. മറ്റിടങ്ങളിലാണെങ്കിലും പത്തനംതിട്ട, കൊല്ലം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണെങ്കിലും വലിയ മേൽക്കൈ ഇടത് സ്ഥാനാർത്ഥികൾക്കുണ്ട്. അത് സ്വാഭാവികമായും കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ആർജിച്ചെടുത്ത ക്ഷേമ വികസന രംഗങ്ങളിലെ നേട്ടങ്ങൾ മുൻനിർത്തിയുള്ള പ്രചരണത്തിന്റെ ഭാഗമായി തന്നെയാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക്, വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത സാഹചര്യം നിലവിലിപ്പോൾ ഇടത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചില്ല. ആ ബാധ്യത എന്ന് പറയുന്നത് UDF സ്ഥാനാർത്ഥികൾക്കാണ് കൈവന്നിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. അത് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ കോൺഗ്രസ് ആ വീട് കൃത്യമായി നിർമ്മിച്ചു നൽകാത്ത ഒരു സാഹചര്യമുണ്ട്. ആ ആളുകളെ, ദുരന്ത ബാധിതരെ ആകെ തന്നെ കബളിപ്പിക്കുന്ന നിലയിലേക്കുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു. പിരിച്ച പൈസയ്ക്ക് കണക്കില്ലാതെ വരുന്നു. അത് വീട് നൽകുന്നത് എപ്പോൾ വീട് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളത് പറയാൻ കഴിയുന്നില്ല. വീട് നിർമ്മാണം ആരംഭിച്ചു എന്ന നിലയിലുള്ള കള്ളത്തരങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില എഴുതിക്കൂട്ടിയ കണക്കുകളെല്ലാം തന്നെ കേരള പൊതുസമൂഹത്തിന് മുന്നിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഈ ഇലക്ഷൻ കാലം കഴിയുന്നതുവരെ ആ കണക്കുകൾ കൊണ്ട് മുന്നോട്ട് പോകാം എന്ന നിലയിലുള്ള ഒരു ആത്മവിശ്വാസം UDF കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ കണക്കുകളിലെ പൊള്ളത്തരങ്ങൾ ആ ഘട്ടങ്ങളിൽ തന്നെ പൊതുജനങ്ങളെല്ലാം തുറന്നു കാണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ അവർക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. അതേസമയം LDF സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പ്രതിസന്ധികളൊന്നുമില്ലാതെ വളരെ കൃത്യമായി ഭരണ നേട്ടങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ആത്മവിശ്വാസത്തോടെ വോട്ട് തേടാൻ ഇടത് സ്ഥാനാർത്ഥികൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ നിലയിലാണ് നിലവിൽ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ദേശീയ നേതാക്കളെല്ലാം തന്നെ സംസ്ഥാനത്ത് എത്തുന്നു. കഴിഞ്ഞ ദിവസം NDAക്ക് വേണ്ടി പ്രധാനമന്ത്രി ഉൾപ്പെടെ തിരുവനന്തപുരത്തെത്തി റാലി ഉൾപ്പെടെ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. ആ നിലയിൽ വലിയ പ്രചരണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഇനി കൊട്ടിക്കലാശത്തിന് 2 നാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനുശേഷം 8-ാം തീയതി നിശബ്ദ പ്രചരണം നടക്കും. 9-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകും. സിന്ധൂരി. വ്യക്തമാണ് കമലേഷ്. ചോദ്യങ്ങളുടെ ഒന്നും ആവശ്യം വന്നില്ല. എല്ലാ മുന്നണികളുടെയും നിലവിലെ സാഹചര്യം വളരെ വിശദമായി തന്നെ കമലേഷ് നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. കമലേഷ്, ഒത്തിരി സന്തോഷം. കമലേഷ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലുടനീളം, ഇപ്പോൾ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ ഒരു കാഴ്ച മാത്രമല്ല ഇത്, കേരളത്തിലുടനീളം നമുക്ക് ഈ ഒരു മാറ്റം കാണുവാൻ സാധിക്കും. അതായത് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ അവരുടെ വോട്ടർമാരെ കാണുവാൻ പോകുമ്പോൾ അവർ കയ്യിലൊരു പ്രോഗ്രസ് കാർഡുണ്ട്. അവർ പറയുകയാണ് ഈ 2 ടേമിൽ ഇടതുപക്ഷം ഇവിടെ ഭരിച്ചപ്പോൾ ഉണ്ടായ വികസന നേട്ടങ്ങൾ കേരളം ഇന്ന് എവിടത്തി നിൽക്കുന്നു, തങ്ങൾ ആരംഭിച്ച പദ്ധതികൾ ഇന്ന് എവിടത്തി നിൽക്കുന്നു, എത്ര എണ്ണം പൂർത്തിയായി, എത്ര എണ്ണമാണ് അവസാന ഘട്ടത്തിൽ, ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി അവരുടെ വോട്ടർമാരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാനുള്ള സകല തെളിവുകളും സകല കാര്യങ്ങളും അത്രയധികം ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ സമീപിക്കുന്നത്. എന്നാൽ മറിച്ചാണെങ്കിലോ UDFന്റെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആളുകൾ ഈ വോട്ടർമാരുടെ സമീപത്തേക്ക് പോകുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അത് എന്തുമായിക്കൊള്ളട്ടെ, ശബരിമല കേസായിക്കോട്ടെ, അതുപോലെ തന്നെ വയനാട് ഫണ്ട് പിരിവായിക്കോട്ടെ, എന്ത് കാര്യത്തിലും അതിനകത്ത് ഉത്തരമില്ലാതെ അവരുടെ മുമ്പിൽ ആകെ തലകുണിച്ച് നിൽക്കുന്ന UDF സ്ഥാനാർത്ഥികളെയും അണികളെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും തെക്കൻ കേരളത്തിൻ്റെ ഒരു സജീവമായ ചിത്രമാണ് നമ്മളിപ്പോൾ കമലേഷ് തെക്കേക്കാരിൽ നിന്ന് മനസ്സിലാക്കിയത്.